ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുത്താൻ പറഞ്ഞു കുത്തി. അതായിരുന്നു നമ്മൾ പറഞ്ഞ ഡീല്. അതെ, കുത്താമെന്നായിരുന്നു ഡീലിങ്സ്. നീ കുത്തുന്നതിന് പകരം വെറുതെ ഒന്ന് പോറിച്ചു. ഒരു നല്ല കുപ്പിച്ചില് കൊണ്ടാ പോലും 10-12 സ്റ്റിച്ച് കാണും. ഇത് വെറും 7 സ്റ്റിച്ച്. ഒരു ടീറ്റിയും കൊടുത്തങ്ങ് വിട്ടു. എന്തൊക്കെയായിരുന്നു മൈലാപ്പൂർ കണ്ണാടി, മലപ്പുറം കത്തി. ഇവൻ ഏറ്റപ്പോഴേ എനിക്കറിയാം അത് പൊളിഞ്ഞടുങ്ങുമെന്നു. നിന്റെ സ്ഥാനത്ത് ഈ വസന്തി ആയിരുന്നെങ്കിലേ നീ അങ്ങോട്ട് മറിച്ചേനെ. ഒന്നടങ്ങടി. എല്ലാം കൊണ്ട് തൊലച്ചു കളഞ്ഞിട്ട് ന്യായം പറയുന്നവരുടെ മുകളിൽ കുതിര കയറിയിട്ട് ഒരു കാര്യവുമില്ല. വെറുതെ നിന്ന് തള്ളു പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. ഹരിതേ വേണ്ട. ഒന്നാമത് ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എത്ര നല്ല തിരക്കഥയാണെങ്കിലും നട നല്ലതല്ലെങ്കിലേ 8 നിലയിൽ പൊട്ട് തന്നെ ചെയ്യും. നീ സൂക്ഷിച്ച് സംസാരിക്കണം. മനോജെ, ഇങ്ങനെ പറഞ്ഞു വിട്ടെ. നല്ലൊരു അവസരം കൊടുത്തിട്ട് കളഞ്ഞു കുളിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ? ഹരിത, നീ ഒന്ന് അടങ്ങ്. നിന്റെ അച്ചി പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങള്. മീനാക്ഷിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇവള് കെട്ടിയെഴുന്നള്ളിച്ച ഒരു വേട്ടാവളിയനുണ്ടല്ലോ, അവനെ 10 വയസ്സേക്ക് കൊള്ളില്ല. അപ്പൊ പിന്നെ പ്രകാശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള തറ പരിപാടിക്ക് ഇറങ്ങുമ്പം അതൊന്നാന്തര ഫ്രോഡ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിലേ സംഗതി കൈവിട്ടു പോവും. ഹരിത ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നാന്തരം ഫ്രോഡിനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കില് പുറത്തുനിന്ന് വന്ന ഫ്രോഡിനേക്കാൾ വലിയൊരു ഫ്രോഡ് വന്ന് സംഗതി പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. മനസ്സിലായില്ല? മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡാണല്ലോ നിന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പ്. അയാളുടെ മോനാണ് ജഗൻ. ഇത് പൊളിച്ചടക്കിയതേ അവനാ. അത് ശരിയാ. ഒരു ഫ്രോഡിനെ കണ്ടാലേ മറ്റൊരു ഫ്രോഡിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മനോജ്, നീ അങ്ങനെ വിളിക്കല്ലേ. എന്റെ അച്ഛന്റെ ചെലവിൽ ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞിരുന്ന നീ ഈ പൊരട്ടകളുടെ തമാശ കേട്ട് അങ്ങനെ അങ്ങ് ചിരിക്കില്ലേ. പട്ടിണി കിടന്ന് ചാവും നീ. ചക്രശ്വാസം വലിച്ചാ പോലും ഒരു തുള്ളി വെള്ളം തരാത്തവരാ നിന്റെ ഈ കൂടപ്പറപ്പുകള്. എന്റെ അച്ഛനെ പറഞ്ഞാ എനിക്ക് നോവും. ഇന്നും ഹരിത ജീവിക്കുന്നതേ തോലി കെട്ടിയവന്റെ ചെലവിലല്ല, എന്റെ അച്ഛന്റെ ചെലവിലാ. സോറി ഹരിതേ. മനോജെ, ഇവിടെ ആരും ആരെയും മനഃപൂർവ്വം കുത്തി നോവിച്ചിട്ടൊന്നുമില്ല. ജഗന്റെ ബന്ധങ്ങളും പരിചയങ്ങളും കണക്കാക്കാതെ ഈ നിയോജക മണ്ഡലത്തിലുള്ള ഒരുത്തനെ ഇറക്കി കളിച്ചതുകൊണ്ടാണ് സംഗതി കൈവിട്ടു പോയത്. ജാനകിയെ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു ഉസ്മാൻ വന്നിരിക്കുന്നു. എന്തിനൊരു ലോജിക്കൊക്കെ വേണ്ടേ? ഈ നാട്ടിലെ ഓരോ കോഴിയുടെയും പൂച്ചയുടെയൊക്കെ വരെ ആധാർ നമ്പർ അറിയാവുന്ന ജഗന്റെ അടുത്തേക്കാ അവൻ വന്ന് കേറിയത്. തോറ്റവന് പറയാൻ 100 കഥകൾ ഉണ്ടാവും. മാന്യന്മാരെ കുറ്റപ്പെടുത്താനും പറ്റും. ഓ എന്റെ ഹരിതേ, നീ അതൊക്കെ ഒന്ന് വിട്ടുകളാ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നീ ഒന്ന് ആലോചിക്കൂ. എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തിയപ്പോ നിങ്ങളും ആസ്വദിച്ച് ചിരിക്കുന്നത് കണ്ടല്ലോ. അല്ല, അത് ഇനി നിങ്ങളൊക്കെ കൂടെ അങ്ങ് പ്ലാൻ ചെയ്യ. ഞാൻ പോവാ. നീ പോടാ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഒരാവശ്യമില്ലാതെ ഹരിതയുടെ അച്ഛനെ ഇതിൽ പിടിച്ചിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് ശരിയാ. ഇപ്പൊ ഒരു ധാരണയായി. മനോജിനെ ഇന്ന് രാത്രി ഉറക്കമില്ല. ഓ, അല്ലെങ്കിൽ വേണ്ട, നോർമൽ കോൾ ചെയ്യാം.
ഹലോ. നീ എന്തിനാടാ എന്നെ കിടന്ന് വിളിക്കുന്നേ? മാഡം പറഞ്ഞത് ഞങ്ങൾ ചെയ്തു. 50,000 രൂപ കുറച്ചാ തന്നത്. ബാക്കി പൈസ കൂടി കിട്ടണം. ആനന്ദവല്ലി വാക്ക് പറഞ്ഞ വാക്ക. നീയൊക്കെയാണ് വാക്ക് തെറ്റിച്ചത്. വാക്ക് തെറ്റിച്ചെന്നോ? എന്താ മാഡം ഇങ്ങനെയൊക്കെ? കുത്താൻ പറഞ്ഞു കുത്തി. അതായിരുന്നു നമ്മൾ പറഞ്ഞ ഡീല്. അതെ, കുത്താമെന്നായിരുന്നു ഡീലിങ്സ്. നീ കുത്തുന്നതിന് പകരം വെറുതെ ഒന്ന് പോറിച്ചു. ഒരു നല്ല കുപ്പിച്ചില് കൊണ്ടാ പോലും 10-12 സ്റ്റിച്ച് കാണും. ഇത് വെറും 7 സ്റ്റിച്ച്. ഒരു ടീറ്റിയും കൊടുത്തങ്ങ് വിട്ടു. അതിന് ഞാൻ തന്ന പണം തന്നെ ധാരാളം. ശാലംബാധ വാങ്ങിച്ചോണ്ട് പൊക്കോണം. ഇനി ഈ കാര്യം പറഞ്ഞ് നീയൊക്കെ എന്നെ വിളിച്ച ആനന്ദവല്ലി ആരാണെന്ന് നീയൊക്കെ അറിയും. അങ്ങനെ അങ്ങ് പേടിപ്പിക്കില്ലേ മാഡം? ഞങ്ങൾ ജഗനെ കുത്തിയത് ആനന്ദവല്ലി മാഡം പറഞ്ഞിട്ടാണെന്ന് കുറുപ്പ് സാർ അറിഞ്ഞാൽ അതോടെ കഴിഞ്ഞല്ല. എടാ ഗുണ്ടച്ചെറുക്ക, കരുണാകരക്കുറുപ്പിന്റെ കരളിലാണ് നീയൊക്കെ കത്തികയറ്റിയത്. ജഗനെ കുത്തിയത് നീയൊക്കെയാണെന്ന് പറയുന്ന നിമിഷം കുറുപ്പ് നിന്റെ പൊള്ളയ്ക്ക് കത്തികയറ്റും. പിന്നെയാ ആനന്ദവല്ലിയാണ് ഇതൊക്കെ ചെയ്യിച്ചതെന്ന് നീ പറയാൻ പോകുന്നത്. വെച്ചിട്ട് പോടച്ചിലക്കാതെ. എടാ പ്രകാശേ, നിന്റെ നാക്കായ എല്ലാത്തിനും പ്രശ്നം. ആ ഹരിതയെ പിണക്കി വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവക്കാണെങ്കിൽ ഒടുക്കത്തെ വാശിയും. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ. അവൾ എന്റെ വായി നിരന്നു വാങ്ങിയതല്ലേ. പ്രകാശേട്ടൻ അതൊക്കെ പറയാം. ഇനി വീട്ടിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഓ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കാര്യത്തെ കുറിച്ചൊന്ന് ആലോചിക്കൂ. അയ്യോ, പ്രകാശൻ ആലോചിക്കുന്നില്ലേ? ഇവന്റെ ഭാര്യ പറയുന്ന വെച്ച് നോക്കുമ്പോ എല്ലാം കുളമാക്കുന്നവൻ ഞാനാ. അതുകൊണ്ട് ഇനിയുള്ള പദ്ധതികളൊക്കെ നിങ്ങൾ അങ്ങ് പ്ലാൻ ചെയ്താൽ മതി. പ്രകാശം വേണമെങ്കിലേ കൂടെ ഒന്ന് തരാം, വെറും ഒരു ആജ്ഞാനുവർത്തിയായിട്ട്. പ്രകാശ, നമ്മൾ 3 പേരും കുതന്ത്രങ്ങൾ ഉണ്ടാക്കാൻ മിടുക്കരാ. അതിന് സംശയമൊന്നുമില്ല. കൂട്ടത്തിൽ കുറച്ചും കൂടി കാനബുദ്ധിയുള്ളത് നിനക്കാ. ആ സ്ഥിതിക്ക് നീ തന്നെ ഒരു പ്ലാൻ പറയുന്നല്ലേ നല്ലത്. ഇല്ല, നിങ്ങളെ പറഞ്ഞാ മതി. എന്റെ അവനാഴി ഒഴിഞ്ഞു. എന്റെ ആവനാഴി ഒഴിഞ്ഞു. ഓ, അവൻ ചോദിച്ച അവനാഴി മണ്ണാങ്കട്ട. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറ. ഇപ്പൊ നമുക്ക് വേണ്ടതേ മീനാക്ഷിയും വിനുവിനെയും ആ വീട്ടിൽ നടിച്ച് പുറത്താക്കിയല്ലേ, അതല്ലേ? അതെ, അതിനുള്ള വഴിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതെ, ഞാൻ ആലോചിച്ചിട്ട് എന്താ പറ, എന്താ ഐഡിയ കിട്ടിയേ? ഒരു ഐഡിയയും കിട്ടിയില്ല. ഇവനെങ്ങനെ ഹരിതയുടെ വീട്ടിൽ നിന്ന് പുറത്താകാതിരിക്കാം എന്നായിരിക്കും ആലോചിച്ചത്. ചാപ്പാൻ മാനത്തെ കൊട്ടാ